വാ മതി മതി നോക്കട്ടെ. നല്ല സ്ഥലല്ലേ? വഴുക്കലൊക്കെ ഉണ്ട് കേട്ടാ. മഴ പെയ്യും. റീലെടുക്കാൻ വന്നു. നല്ല കാടും പ്രദേശല്ലേ? അവിടെ ഒരു കുഞ്ഞുമലയുണ്ട് കേട്ടാ. നോക്കിയൊക്കെ നമ്മുടെ ആൾക്കാര് വണ്ടികളൊക്കെ പോണ്ടി. ഈ ഭാഗത്ത് വീടൊക്കെ ഉണ്ട് തോന്നുന്നു. അവിടെയൊക്കെ വീടുകളുണ്ട്. സംഭവം നമ്മുടെ ടൗണിനടുത്ത് ഇത്രയും കാടൊക്കെ ഉണ്ട് പറയണതല്ലേ. ഇവിടെ നല്ല വെളിച്ചുണ്ട് അല്ലേ ചേട്ടാ? ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലവും കുഴപ്പമൊന്നും. പേടിയുണ്ടല്ലേ? പട്ടികളുടെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. പട്ടികളുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. വലിയ വലിയ പട്ടികളുടെ സൗണ്ട് കേൾക്കുന്നത് എവിടെയെന്നോ. ചിലപ്പോൾ ഇവിടെ ഇതുപോലെ ഡോഗ്സിനെ വിൽക്കുന്നതാ. ചിലപ്പോ ഇവിടെ ഡോഗുകളെ വളർത്തുണ്ടാവും വിൽക്കാൻ വേണ്ടിട്ടേ. എന്തായാലും കെന്നലോ പറയാൻ അത് ഉണ്ടാവും ചിലപ്പോ. അതുപോലെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ കൂടുതലുണ്ടാവുക. അവര് പുളിമരം കണ്ട പണ്ട് ഞങ്ങളുടെ വീട്ടിലൊക്കെ 3-4 പുളി ഉണ്ടായിരുന്നു കേട്ടോ. പുളിമരം. എന്താ രസമുള്ള സ്ഥലങ്ങള്. അതെ, നല്ല പച്ചപ്പ് അല്ലേ? ഇനിയിപ്പോ റീല് മഴ വരും. ഇനിയിപ്പോ റീൽ നടക്കാൻ പറ്റുന്നില്ല. മഴ ഇപ്പൊ ഉച്ച വരെ എന്തൊരു മഴയായിരുന്നു. അയ്യോ മതി മതി മതി. കൊറേ ചെടികൾ ഭംഗി നോക്കിയതൊക്കെ മതി. കൊണ്ടുവാ. നോക്കേ ഇപ്പൊ വീഡിയോ കിടന്നില്ലേ? മഴ പെയ്യും. മഴയുടെ ഗ്യാപ്പിൽ വന്നതാ. മലയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നല്ല രസമുണ്ട്. നമ്മള് കാര്യം വഴി. അപ്പൊ ഹായ്. അപ്പൊ നമ്മള് പറയാൻ വന്നത് എന്താ, നമ്മുടെ ഒരു അടിപൊളി ഒരു ബിസിനസ് തുടങ്ങിയിട്ട് പൊട്ടിപ്പൊളിഞ്ഞ കാര്യം പറയാനാ. അടിപൊളി ഒരു ചെറിയൊരു ബിസിനസ് വെറുതെ തുടങ്ങി നോക്കിയത്. ഞങ്ങൾക്ക് കഴിവുണ്ടോന്ന് നോക്കിയത്. നോക്കുമ്പോ ഒരു കഴിവില്ല, മനസ്സിലായി. അപ്പൊ നമ്മള് എന്തിന്റെ ബിസിനസ് തുടങ്ങിയത്? തുണിയുടെ റെഡിമെയ്ഡ് ലേഡീസ് ഐറ്റംസ്. അപ്പൊ ചുരിദാറുകള്, സാരീസ്, അതുപോലെ ചുരിദാർ മെറ്റീരിയലുകള് അവസാനം എല്ലാം വെള്ളം ഇട്ട് തീർക്കേണ്ടി വന്നു. അപ്പൊ ഞങ്ങള് ബിസിനസ് ചെയ്യാൻ തുടങ്ങാനുള്ള കാരണം എന്താ അതെന്താ വെച്ച് കഴിഞ്ഞാ ഉണ്ണേട്ടന് ഗോൾഡ് വർക്കാണ്. അപ്പം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ നല്ല പണി ഉറക്കൊഴിച്ചിട്ടൊക്കെ ഇരുന്ന് പണിയണ ഇതുണ്ടായിരുന്നു. നമ്മള് സാധാരണ ഒരു ജോലി എന്ന് പറഞ്ഞത് കാലത്ത് 9 മണി അല്ല 10 മണി തൊട്ടിട്ട് വൈകുന്നേരം 6-7 മണി വരെയാണ്. പക്ഷെ ഞങ്ങള് സ്വർണ്ണപ്പണിക്കാരുടെ ജോലി എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ ജോലി. തിരക്ക് കൂടുമ്പോ 16 തൊട്ട് 20 മണിക്കൂർ വരെ ഞങ്ങൾ ജോലി ചെയ്യും. അങ്ങനെ ചെയ്താലാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ. പക്ഷെ അതിനനുസരിച്ചുള്ള വർക്ക് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. പിന്നീട് അത് നമ്മുടെ കല്യാണം കഴിയുമ്പോഴൊക്കെ ഡെയിലി രാത്രി 2 മണി 3 മണി വരെയൊക്കെ ഇരുന്ന് പണിതിട്ട് പിന്നെ രാവിലെ നടത്തി 5 മണിക്കൊക്കെ ഇരുന്നിട്ട് പണീന് കാണാം. അത്രയും പണി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഒരു 4-5 വർഷമൊക്കെ കഴിഞ്ഞപ്പോ പിന്നെ മെല്ലെ മെല്ലെ കുറയാൻ തുടങ്ങി. തുടങ്ങിയപ്പോ ഞങ്ങൾക്ക് എന്തെങ്കിലും മറ്റൊരു മാർഗം തേടണം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തി. കാരണം അപ്പൊ ഞാനും കുട്ടികള് സ്കൂളിൽ പോയി തുടങ്ങിയ ടൈമായിരുന്നു. സ്കൂളിൽ ഒരു 2-3 പഠിക്കുന്ന സമയം. 3 എത്തിയിട്ടില്ല കുട്ടികൾ. അപ്പോൾ ആ ടൈമിലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ജോലിക്ക് പോവാന്നൊക്കെ വിചാരിച്ചിട്ട് പ്ലാൻ ചെയ്യായിരുന്നു. ആ സമയത്ത് കുട്ടികൾ ഇപ്പോൾ ഒരു ജോലിക്ക് പോകുമ്പോൾ രാവിലെ 9 മണിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഒരു 5:30-6 മണിയാവാണ്ട് വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുട്ടികൾ എന്ന് പറയുമ്പോൾ 3 മണിയാകുമ്പോഴേക്കും സ്കൂൾ വിട്ട് വരും. അപ്പോൾ അവർ വരുമ്പോൾ കുഞ്ഞു കുട്ടികളല്ലേ, അവർ വരുമ്പോൾ നമ്മളില്ലെങ്കിൽ അത് ശരിയാവില്ലല്ലോ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ആലോചിച്ചപ്പോഴാണ് എനിക്ക് ചെറുതായിട്ട് സ്റ്റിച്ചിങ് അറിയാം. സ്റ്റിച്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുരിദാർ തയ്ക്കാനറിയാം, നൈറ്റി തയ്ക്കാനറിയാം, പിന്നെ പെൺകുട്ടികളുടെ ഡ്രസ്സുകളൊക്കെ ചെറുതായിട്ടൊക്കെ തയ്ക്കാനറിയാം. ഞാൻ ചുരിദാർ തയ്ച്ച് കൊടുത്തിരുന്നു കേട്ടോ. തയ്ച്ച് പുറത്തേക്കൊക്കെ തയ്ച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ട് എന്നാ പിന്നെ ഒരു തുണിയുടെ ബിസിനസ് തുടങ്ങിയാലോ. ഇപ്പൊ സ്റ്റിച്ച് ചെയ്യാൻ വരുന്നവരും അത് സെയിലാവും ചെയ്യല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അത് തുടങ്ങാനുള്ള കാരണം. ഞങ്ങള് പിന്നെ വലിയ എമൗണ്ട് ഒന്നുമില്ല, എന്നാലും ഞങ്ങളുടെ അന്നത്തെ അവസ്ഥ വെച്ചിട്ട് വലിയ എമൗണ്ടാ. ഒരു 1.5 ലക്ഷം രൂപ അല്ലെ, ഏകദേശം ഒരു 1.5 ലക്ഷം രൂപയോളം ഞങ്ങള് അതിൽ ഇറക്കിയിട്ട് തുണികൾ എടുത്തത്. സംഭവം ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ചെറിയ എമൗണ്ടാ, പക്ഷെ ഞങ്ങൾക്ക് അത് വലുതായിരുന്നു. അന്ന് ഭയങ്കര കുറച്ച് എന്താ പറയാ പണിയും ഇല്ലാത്തൊരു ടെൻഷൻ വേറെ. അപ്പൊ ഫസ്റ്റ് തുണികൾ എടുത്ത് ഓർമ്മ എങ്ങനെയാണ്? ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടാണ് ഞങ്ങള് തുണികൾ പർച്ചേസ് ചെയ്തത്. അപ്പൊ എന്നിട്ട് അത് ഇങ്ങനെ തുടങ്ങിയിട്ട് കുഴപ്പമില്ല, കുറച്ച് നാളൊക്കെ കുഴപ്പമില്ലാണ്ട് നമ്മള് പരിചയക്കാരോട് ഇങ്ങനെ പറഞ്ഞ്, അപ്പൊ കുറച്ച് നാളൊക്കെ ഇങ്ങനെ
ആദ്യമൊക്കെ പിന്നെ പരിചയക്കാരോട് പറയുമ്പോ പിന്നെ ആദ്യം ആശത അങ്ങനെ ഇതുപോലൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ടെന്നാ പിന്നെ പോയി നോക്കാന്നൊക്കെ പറഞ്ഞ് വരുമല്ലോ ആൾക്കാർ. അങ്ങനെ വന്നിരുന്നു ആൾക്കാരൊക്കെ. പിന്നീട് കുറഞ്ഞു. പിന്നീട് പിന്നെ നമ്മൾക്ക് പറയുമ്പോ ഒരു തുണികൾക്കൊരു ഒരു ഇത്ര ഉണ്ടാവുള്ളൂ. അവരിപ്പോ എപ്പോഴും വരണമെന്നില്ല. കാരണം എന്താ വെച്ചാലേ നമ്മള് ചെറിയൊരു സെറ്റപ്പാണ് നമ്മുടെ. പിന്നെ കളക്ഷൻസ് ഒക്കെ നിറയെ അങ്ങനെയൊന്നും പിന്നെ നമ്മുടെ ടൗണിലേക്ക് ആകെ 3-4 കിലോമീറ്റർ ഉള്ളൂ. അവിടെ ഇഷ്ടംപോലെ തുണിക്കടകളാണ്. പക്ഷെ ഞാൻ എന്റെ മനസ്സിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും നമ്മൾ പരിചയമുള്ള ആൾക്കാരൊക്കെ നമ്മുടെ അടുത്ത് വന്ന് തുണി എടുക്കും എന്നുള്ള ഒരു ചിന്തയായിരുന്നു കേട്ടോ. നമ്മളാണ് അങ്ങനെ ചെയ്യോ? ഇല്ല, എവിടെയാണ് നല്ല എനിക്കറിയില്ല, നല്ല സെലക്ഷൻ കളക്ഷൻ എവിടെയുള്ളത് അവിടെ എല്ലാവരും പോകുള്ളൂ. അപ്പൊ അത് പൊളിഞ്ഞതുകൊണ്ടല്ല, പൊളിഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങിയ ഒരു 5-6 മാസം ഏതൊരു ബിസിനസ് ബുദ്ധിമുട്ടായിരിക്കും. കാരണം കുറച്ച് ഒരു 2 മാസത്തോളം നല്ല ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും കൂടി ചെയ്തപ്പോ അവര് സ്റ്റിച്ച് ചെയ്യാൻ വരുന്ന ആൾക്കാര് കുറച്ച് പേര് തുണികളൊക്കെ നോക്കിയെടുത്ത് അങ്ങനെയൊക്കെ കുറച്ച് തരും. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അപ്പൊ കുറെ ആൾക്കാരുടെ അടുത്തൊക്കെ അന്വേഷിച്ചും പിടിച്ചിട്ടൊക്കെ ഉണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യണത്. അപ്പൊ നമുക്ക് കുറച്ച് അറിവ് കുറവുണ്ട് ഈ ഒരു കാര്യത്തിൽ. നല്ല അറിവ് കുറവുണ്ട്. 2 മണ്ടന്മാര് തുടങ്ങിയ ബിസിനസ്സാണ്. അപ്പൊ അങ്ങനെ തുടങ്ങിയിട്ട് വലിയൊരു നഷ്ടത്തിനൊന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ലാതെ വിജയിക്കുന്ന. ആദ്യം ഞങ്ങള് തുണി ഇപ്പൊ എവിടുന്ന് എടുക്കുക അങ്ങനെയൊക്കെ ചിന്തിച്ചു വന്നപ്പം എൻ്റെ ഫ്രണ്ട് എറണാകുളത്തുണ്ട്. അപ്പോൾ അവളേനെ വിളിച്ചപ്പോഴാണ്, ആളുടെ ഹസ്ബൻഡ് ടൈലറാണ്. അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ചൊക്കെ കുറച്ചുകൂടി നല്ല വലിയ ഒരു ഇതിൽ പോലെ ചെയ്യണ ആളാണ്. അപ്പോൾ അവരുടെ അടുത്ത് വിളിച്ച് സംസാരിച്ചപ്പോൾ അവർ അവിടെ ഹോൾസെയിൽ ടെക്സ്റ്റൈൽസൊക്കെ ഉണ്ട്, അങ്ങോട്ട് വരാനൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി. അപ്പോൾ നമ്മൾ ആദ്യം പോയി എടുത്തത് ഒരു 25,000 രൂപയ്ക്കുള്ള തുണികളായിരുന്നു. അങ്ങനെ പോയി അവിടുന്ന് എടുത്ത് പോന്ന്. പിന്നെ ഞങ്ങൾ ഒരു റൂം അതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തു. അപ്പം ഞങ്ങൾ ആദ്യം അപ്പം അതിന് വേണ്ടിയിട്ട് തന്നെ വാടക വീട് കുറച്ചുകൂടി സൗകര്യമുള്ളൊരു വീട്ടിലേക്കൊക്കെ മാറിയിട്ടോ. ഞങ്ങൾ ഒരു 2 ബെഡ്റൂമൊക്കെ ഉള്ള വീടുണ്ടായിരുന്നത്, പിന്നീട് അത് 4 ബെഡ്റൂമുള്ള വീട്. കാരണം ഒരു റൂം നമുക്ക് ഇതിന് വേണ്ടി സ്റ്റിച്ചിങ്ങിന് വേണ്ടി ഒരു റൂം വേണം. അങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇത്തിരി വാടക കൂടുതലൊരു വീടെടുത്തു. നല്ല സൗകര്യത്തിൽ. ആ റൂമിലേക്ക് ഈ 25,000 രൂപയുടെ തുണികൾ പോയപ്പോൾ ഒന്നുമില്ലാത്ത ഷെൽഫുകളിലൊന്നും ഒന്നുമില്ല. അപ്പൊ ഞങ്ങക്ക് അയ്യോ ആൾക്കാർ വരുമ്പോ ഇത്രയല്ലേ ഉള്ളൂ കാണിക്കാൻ, അങ്ങനെ ഒരു ഇത് വന്നു കേട്ടോ. അപ്പോഴാണ് പിന്നെ കുറച്ച് പേരുടെ അടുത്തൊക്കെ അന്വേഷിച്ച് വന്നപ്പം ഉണ്ണേന്റെ ഫ്രണ്ട് തന്നെ തോന്നുന്നുണ്ട് അല്ലേ, ഒരു ചേട്ടൻ പറഞ്ഞു കോയമ്പത്തൂർ കിട്ടുന്നു. പിന്നെ ഇവിടെ ബാംഗ്ലൂരിൽ നിന്നാണ് നല്ല തുണി വില കുറവിൽ നമുക്ക് കിട്ടുക. പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള ഒരു സെറ്റപ്പ് ആയിട്ടില്ല, ചെറിയ രീതിയിലല്ലേ. അപ്പൊ സാധാരണ ഡെവലപ്പ് ആകുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു. എന്നിട്ട് നമ്മള് കോയമ്പത്തൂർ പോയില്ല, നമ്മള് കാറിൽ ഇങ്ങനെ കറങ്ങും, അവിടെ നിന്ന് പോയി തുണി എടുത്ത് വരും. പിന്നെ കുറച്ചൊക്കെ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് എടുത്തു. തൃശ്ശൂരും എല്ലാ കടകളുടെയും ഹോൾസെയിൽ ഉണ്ട്. അതിൽ നമ്മള് ചെറിയൊരു പെർസെന്റേജ് കയറ്റിട്ടിട്ട് കൊടുത്തായിരുന്നത്. അപ്പൊ അങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ കുഴപ്പമില്ലാതെ അങ്ങനെ പോയിരുന്നു. ആ സമയത്ത് എന്തുണ്ടായത്? ആ സമയത്താണ് കൊറോണ വന്നത്. 4 മാസം 5-ാമത്തെ മാസം കൊറോണ. നമ്മള് തുടങ്ങിയിട്ട് 5 മാസമേ ഉള്ളൂ, അപ്പോഴേക്കും കൊറോണ വന്നു. അപ്പൊ അത് നമ്മളെ മാത്രല്ല എല്ലാവരെയും പിടിച്ചു പിടിക്കൊരു സംഭവമായിരുന്നു. അതില് ഞങ്ങളുടെ ആ സമയത്ത് ഞാൻ ഫാഷൻ ഡിസൈനിങ്ങും കൂടി പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതും ഇതില് എന്തെങ്കിലും ഒരു ഗുണം ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഞാൻ ക്ലാസ്സിലേക്കൊക്കെ പോകുമ്പോ മെറ്റീരിയലൊക്കെ കൊണ്ടുപോകും. അങ്ങനെ അവർക്ക് ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തിട്ടൊക്കെ അങ്ങനെയൊക്കെ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോ അതോടുകൂടി കൊറോണയുടെ പ്രശ്നം വന്നതോടുകൂടി എല്ലാം സ്റ്റോപ്പായി. ഡെവലപ്പ് ആവുകയാണെങ്കിൽ നമുക്ക് ഓൺലൈൻ ബിസിനസ്സും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം, വലിയ ലെവലിലൊക്കെ എത്തിക്കാൻ വിചാരിച്ചു. പക്ഷെ ആകെ തവിട് പൊടിയായി. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തി ഞങ്ങൾ. അതെ അങ്ങനെ ഓരോ കാര്യങ്ങളായി ആകെ. പിന്നെ എല്ലാ ലോക്ക്ഡൌൺ വന്നു. ലോക്ക്ഡൌൺ വന്നപ്പോൾ പിന്നെ ആർക്കും ഒരാളും പുറത്തേക്ക് പോകാണ്ടിരുന്നല്ലോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ജോലിക്കാർക്കൊക്കെ ജോലിക്ക് പോകാന്നൊക്കെ പിന്നെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ കടകളിൽ പോയി എടുക്കാൻ എന്താ പറയാ, ഈ ഒരു പേടി കാരണം കൊണ്ട് കുറച്ച് പേര് വീട്ടില് അങ്ങനെ ജോലിക്കാര് നമ്മൾ വരാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കടകളിൽ പോയിട്ട് എടുക്കാനുള്ള ടൈം കിട്ടുന്നില്ല. അങ്ങനത്തെ കുറച്ച് പേരൊക്കെ നമ്മുടെ അടുത്തേക്ക്. പിന്നീട് കൊറോണ ഇപ്പൊ ആരും പുറത്തേക്ക് ഇറങ്ങണ്ടായില്ല. അങ്ങനെ ഇറങ്ങണ്ടായപ്പോ നമ്മുടെ അതുപോലെ നമ്മുടെ തുണികളും പുറത്തേക്ക് പോകണ്ടായി. അവിടെ എനിക്ക് സ്റ്റിച്ചിങ് അറിയണ ചുരിദാർ അറിയണ കാര്യം കൊണ്ട് ഞാൻ കൊറോണ സമയത്ത് രാത്രി ഞാൻ അങ്ങനെ ഉറക്കത്തിന് എണീക്കും. എണീക്കുമ്പോ മെഷീന്റെ സൗണ്ട് കാണാൻ അവളെല്ലാം എടുത്തടിച്ചിട്ടും. അങ്ങനെയല്ല, ആ സമയത്ത് പറയുമ്പോ നമുക്ക് ഫുൾ ടൈം TV വേറെ ഒന്നുമില്ലല്ലോ. എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തന്നെ സ്റ്റിച്ച് ചെയ്താൽ നല്ല ഇഷ്ടമാണ്. അതുപോലെ പുറത്തേക്ക് ഈ ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനിരുന്ന് തയ്ക്കും. കൊറോണ സമയത്ത് നമ്മൾ ഈ ട്രെയിനിലിരിക്കുന്ന അവസ്ഥയായിരുന്നു. എല്ലാവരും സെറ്റിമേരിക്കും, TV കാണും,
ഭക്ഷണം കഴിക്കാൻ പോകും, വീണ്ടും വന്നിരിക്കും തന്നെയായിരുന്നു. അതെ അതെ വല്ലാത്തൊരവസ്ഥ. അത് എല്ലാവരും അവസ്ഥയാണ് വല്ലാത്തൊരവസ്ഥ. പക്ഷെ ഞങ്ങള് ചെറിയൊരു പടലിപ്പെട്ടത് പറഞ്ഞു. പിന്നെ ആ സമയത്ത് പിന്നെ നമുക്ക് ഫുൾ ടെൻഷൻ ആയിരുന്നു. ഈ തുണിയുടെ ഒരു ഭാഗം അവിടെ, അതിന്റെ ഒരു ടെൻഷൻ, പിന്നെ ഉണ്ടായിരുന്ന വർക്ക് ഇല്ലാത്തതിന്റെ ഒരു ടെൻഷൻ. എന്തൊരു പ്രശ്നം ഉണ്ടായാലും എന്തൊരു സാമ്പത്തികത ഉണ്ടായാലും ഏറ്റവും ആദ്യം ബാധിക്കുന്നത് സ്വർണ്ണത്തിനെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണം എന്നുള്ളത് അത്ര അത്യാവശ്യമായിട്ടുള്ള സാധനമല്ല. അതുകൊണ്ട് ഏറ്റവും ആദ്യം ബാധിക്കുക സ്വർണ്ണത്തിനെയാണ്. അതുകൊണ്ട് തന്നെ എന്തൊരു സംഭവം ഉണ്ടായാലും ഞങ്ങൾ സ്വർണ്ണപ്പണിക്കാരപ്പം 3 മാസം ശരിക്കും ജോലി പണിയില്ല. 3 മാസോ? അതൊന്നല്ല, അതൊരു ഒരുപാട് മാസങ്ങൾ ഇരുന്നില്ല നമ്മള്. പിന്നെ ഒരുപാട് മാസങ്ങൾ നമ്മള് വാടകയും കൊടുക്കണം, പിന്നെ കുട്ടികളുടെ പഠിത്തം ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും ഫീസ് കറക്റ്റ് ആയിട്ട് ഓൺലൈനായിട്ട് അടക്കണം നമ്മൾ. അങ്ങനെയായിരുന്നു ബുക്സ് കാര്യങ്ങള്. അങ്ങനെ ഭയങ്കര ഞങ്ങള് തന്നെ. പക്ഷെ ഞങ്ങള് നല്ല പെടൽപെട്ട് വാടക വീടും കൂടി ആവുമ്പോ പിന്നെ ഇതിന്റെ ഒപ്പം വാടക കൂടുതലുള്ള ഒരു വീടാണ് ഈ ബിസിനസിന്റെ കാര്യം നോക്കിയിട്ട് എടുത്തത്. അപ്പൊ അതും കൂടി ആയപ്പോ ഞങ്ങൾക്ക് നല്ല അടിപറ്റി, നല്ല തകർത്തരിവണായി നമ്മള്. അവിടെ അതിന്റേതായ പ്രശ്നങ്ങൾ ഇപ്പോഴും ഒതുങ്ങിയിട്ടില്ല അല്ലേ? ഒതുങ്ങി വരുന്നുണ്ട്. വലിയ കുഴപ്പമില്ലാണെങ്കിൽ ഒതുങ്ങി വരുന്നുണ്ട്. അതുപോലെ നമ്മള് ഇത് ബിസിനസ് തുടങ്ങി തന്നെ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടായിരുന്നു പറഞ്ഞില്ലേ. അപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡിൽ പർച്ചേസ് ഞങ്ങൾ കറക്റ്റായിട്ട് എല്ലാ മാസം പേയ്മെൻറ്റ് കറക്റ്റായിട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഈ കൊറോണ വന്നപ്പോൾ അതാകെ തകിടം മറിഞ്ഞു. കറക്റ്റായിട്ട് പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഒന്നും വരില്ല, കറക്റ്റ് നമ്മൾ എടുത്ത എമൗണ്ട് തന്നെ അടയ്ക്കണ്ടു. പക്ഷേ കൊറോണ വന്നപ്പോൾ ആകെ തകിടം മറിഞ്ഞു. അപ്പോൾ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ മിനിമം ഡ്യൂ അടയ്ക്കാൻ തുടങ്ങി. മിനിമം ഡ്യൂ എന്ന് പറയുമ്പോൾ കുറച്ച് എമൗണ്ടല്ലേ ഉള്ളൂ, അപ്പോൾ അത് അടയ്ക്കാൻ തുടങ്ങി. പക്ഷേ ബാക്കിയുള്ള എമൗണ്ടിന് അവർ ഈടാക്കുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 35%, 40%ഒക്കെയാണ് ഈടാക്കുന്നത്. 40%ഒക്കെ ഇൻട്രസ്റ്റ് ഈടാക്കണത് ക്രെഡിറ്റ് കാർഡിന്. പക്ഷേ ക്രെഡിറ്റ് കാർഡിന് കുറ്റം പറയാൻ പറ്റില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പേയ്മെൻറ്റ് ചെയ്താൽ മതി. പക്ഷേ കൊറോണ ആയപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് ഒരുപാട് മാസങ്ങളിലല്ലേ, ഒരു വർഷത്തിന് ശേഷമൊക്കെയാണ് നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും. 6 മാസം കൂടുതൽ നമ്മൾ പണിയില്ലാണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് മെല്ലെ മെല്ലെ ഓരോ മോതിരങ്ങളാണ് ഉണ്ണേട്ടൻ വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓരോ മോതിരം വെച്ചിട്ടൊക്കെ പണി തന്നിരുന്നത്. അത് കിട്ടുന്നത് കൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത്. അയ്യോ, പിന്നെ ക്രെഡിറ്റ് കാർഡ് അതുപോലെ 6 മാസത്തിന് ശേഷം നമ്മൾ ക്ലോസ് ചെയ്തത്. പക്ഷെ അതുവരെ നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇൻട്രസ്റ്റ് 35-40% നമ്മൾ ഇൻട്രസ്റ്റ് അടച്ചുകൊണ്ടിരിക്കണം. അതാണ് ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു കുഴപ്പം. കറക്റ്റായിട്ട് അടയ്ക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യരുത്, അത് നമ്മളെ തകർക്കും. അങ്ങനത്തെ സംഭവമാണ്. പക്ഷെ ഞങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാറ്. പക്ഷെ കൊറോണയാണ് നമ്മളെ അങ്ങനെ തകിടം മറിച്ചത്. വരുമാനം പറയാനൊന്നും വരുമാനം ഇല്ല. നമ്മുടെ കയ്യിലുള്ള പൈസ പോയി, ലോൺ എടുത്തിട്ട് തുണി എടുത്ത് അതും പോയി, എല്ലാം പോയി. അവസാനം തുണികളൊക്കെ പിന്നെ കുറച്ചൊക്കെ ഓരോരുത്തർ കൊടുത്തു അല്ലേ. ആദ്യമൊക്കെ നമ്മളൊരു പകുതി വിലയ്ക്ക് കൊടുത്തിട്ട് അത് അവസാനിപ്പിച്ചു. പിന്നെ കുറച്ചുള്ളത് ആളുകൾക്ക് കൊടുത്തു ഇങ്ങനെ വെറുതെ. പിന്നെ നല്ല ശതമാനം അവളെ തുന്നിയിട്ടു, സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടു. അപ്പൊ ഇതാണ് നമ്മുടെ ചുരിദാറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഡ്രസ്സുകൾ ഭയങ്കര ഇഷ്ടമാണ്. അത് അതിന്റെ ഒരു കഥ അറിയില്ലേ നിങ്ങൾക്ക്? അതിന്റെ കഥ നമുക്ക് പിന്നെ പറയാം, വേറൊരു എപ്പിസോഡിൽ പറയാം. ഇപ്പൊ ഒരുപാട് ഡ്രസ്സിന്റെ കഥ അതൊക്കെ ഭയങ്കര വിഷമം. എനിക്ക് ഭയങ്കര വിഷമമുള്ള കുറച്ച് ഇമോഷണൽ വീഡിയോ ആണ്. അപ്പൊ അത് പിന്നെ പറയാം. എനിക്ക് അതിനെ കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ അപ്പൊ ഞാൻ ഒന്നിട്ടൊക്കെ ഒരു ഡ്രസ്സ് എടുത്തു. അവൾക്ക് വിഷമം വന്നു കഴിഞ്ഞാൽ അവളിങ്ങനെ ഡ്രസ്സിന്റെ കഥ പറഞ്ഞിട്ട് മുമ്പ് അനുഭവിച്ച കഥകൾ പറയും. കഥകൾ പറഞ്ഞിട്ട് അവള് വിഷമിച്ചിരുന്ന എനിക്ക് മനസ്സിലാവും ഇത് ഒരു ഡ്രസ്സ് എടുത്ത് തയ്ക്കാനുള്ളതാണ്. അപ്പൊ അവള് പോവും, ബാഗ് ഒരു തുണി എടുത്ത് ചുരിദാർ തയ്ക്കും. അപ്പൊ ഇതാണ് നമ്മുടെ അല്ലെ ആദ്യമായിട്ട് തുടങ്ങിയൊരു ബിസിനസ്സും അവസാനമായിട്ട് ചെയ്ത ബിസിനസ്സും പൊളിഞ്ഞ് പാപ്പരായ ബിസിനസിന്റെ കഥ അല്ലേ. പോയാലും മഴ വരുന്നു, നല്ല മഴയായിരുന്നു. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു അല്ലേ. ഇന്നലെ വൈകുന്നേരം നല്ല മഴ. അതുവരെക്ക് രാവിലെയൊക്കെ ചാറി മെല്ലെ കുറച്ച് പെയ്യും, പിന്നെ നല്ല വെയിൽ വരും, അങ്ങനെയായിരുന്നു. ഒരു 4 മണിക്ക് തുടങ്ങിയ മഴ, നല്ല മഴ പെയ്തു. ഒരു ജാതി പെട്ടെന്ന് എന്താ പറയാ, ഞാൻ ചോദിച്ചു ന്യൂനമർദ്ദം വല്ലതും ഉണ്ടോന്നൊക്കെ ചോദിച്ചു. അങ്ങനെ അത്രയും പെട്ടെന്ന് നല്ല മഴയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രിയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഇപ്പൊ ഉച്ചവരെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ടൗണിലൊക്കെ പോകുമ്പോൾ മഴ കുറഞ്ഞപ്പോ അങ്ങോട്ട് വന്നതാ. ഒരു റീലൊക്കെ എടുക്കാൻ പറ്റിയൊരു സ്ഥലം നോക്കിയാൽ നോക്കുമ്പോ നല്ല സ്ഥലം അല്ലേ. ഈ ഒരു മഴയും കൂടിയും പെയ്ത കാരണേ നല്ല രസമുണ്ട്, നല്ല വെയിലും ഇല്ല, നല്ല പ്രകൃതി, നല്ല ഭംഗിയുണ്ട്. അപ്പൊ നമുക്ക് നിർത്തിയാലോ, സമയമായിട്ടോ. അപ്പൊ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു.